കൊച്ചി ഇ.ഡി. ഓഫീസിന് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി 25ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ കൂടുതലായി വിന്യസിച്ചു. CISFന്റെ സുരക്ഷയ്ക്ക് പുറമെയാണിത്. എസ് രാഗിൻ വിവരങ്ങളുമായി. രാഗിൻ, ഇന്നലത്തെ സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണോ ഈ സുരക്ഷ കൂട്ടിയിരിക്കുന്നത്? എന്താണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ? ശ്രീജ, തീർച്ചയായും കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ CISFന്റെ സുരക്ഷ ഉണ്ട്, അതോടൊപ്പം തന്നെ പോലീസിന്റെ സുരക്ഷ. കഴിഞ്ഞ ദിവസത്തെ ഈ സംഭവ വികാസങ്ങളുടെ അടക്കം പശ്ചാത്തലത്തിലാണ് പോലീസിന്റെ ശക്തമായിട്ടുള്ള സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലാണ് ഇപ്പോൾ കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസ് എന്ന് പറയാം. ഇവിടെ ബാരിക്കേഡ് വച്ചിട്ടുണ്ട്. മാത്രമല്ല അവിടെ പോലീസ് സംവിധാനമടക്കം നിലയുറപ്പിച്ചിട്ടുമുണ്ട്. ഒറ്റ ഷിഫ്റ്റിൽ 25ഓളം പോലീസുകാരെ അടക്കമാണ് വിന്യസിച്ചിരിക്കുന്നത്. അങ്ങനെ വിപുലമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിനുള്ള കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ തന്നെയാണ്. അതിൽ ED ഉദ്യോഗസ്ഥർക്കടക്കം ആക്രമണം നേരിടേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗം ആയിട്ട് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി മുൻനിർത്തിയാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത്. മാത്രമല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത് ഇതൊരു ആസൂത്രിത മൂവ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻ ആയിരുന്നില്ല, ഇതിൽ കോൺസ്പിറസി ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത് തങ്ങൾക്കെതിരെയുള്ള ആക്രമണത്തിൽ തിരുവനന്തപുരത്ത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചിയിലെ വളരെ പ്രധാനപ്പെട്ട ഓഫീസാണ്. ആ ഓഫീസിന് പോലീസിൻ്റെ കനത്ത സുരക്ഷയടക്കം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികളുടെ സുരക്ഷയുണ്ട്, അതിന് പുറമെയാണ് ഇത്തരത്തിൽ പോലീസിൻ്റെ കൂടി സുരക്ഷ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലും ചില പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇവിടെ ശാന്തമാണെങ്കിലും ഈ ഓഫീസിന് മുൻപത്തെ പരിസരത്ത് ശാന്തമാണെങ്കിലും കാര്യങ്ങൾ ശാന്തമാണെങ്കിലും പോലീസിൻ്റെ കനത്ത സുരക്ഷയുണ്ട്. വലിയ ബാരിക്കേഡ് അടക്കം തീർത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ക്രമീകരണങ്ങൾക്ക് നടുവിലാണ് ഇപ്പോൾ കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഓഫീസ്. EDയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു ആക്രമണം, അവരെ സംബന്ധിച്ചുള്ള പല റെയ്ഡുകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തരം ഒരു സംഭവങ്ങൾ അതിൽ കൂടുതലായി ഉണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വീണ്ടും ഈ ബാരിക്കേഡും മറ്റു കാര്യങ്ങളുമൊക്കെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കനത്ത സുരക്ഷ ഒരുക്കുക എന്ന് തന്നെയാണ് പോലീസിന് മുന്നിലുള്ള തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നീക്കുന്നു എന്നതാണ് ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് വ്യക്തമാക്കുന്നത്. കൂടുതൽ ബാരിക്കേഡ് തീർത്തുകൊണ്ട് ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ കനത്ത സുരക്ഷ ഒരുക്കുകയാണ് ഇപ്പോൾ കൊച്ചിയിൽ പോലീസ് സംഘം ED ഓഫീസിന് മുന്നിൽ.